ടൂറിസം വകുപ്പിനെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവാണ് ഇടുക്കിയെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇക്കോ ലോഡ്ജും നവീകരിച്ച സർക്കാർ അതിഥി മന്ദിരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ഗവി, വാഗമൺ, തേക്കടി ഇക്കോ ടൂറിസം സർക്യൂട്ട് വികസനത്തിന്റെ ഭാഗമായാണ് ഇക്കോ ലോഡ്ജ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 12 മുറികൾ ഉൾപ്പെടുന്ന 2 ബ്ലോക്കുകൾ, അടുക്കള, ഡൈനിംഗ് ഹാൾ എന്നിവയാണ് പീരുമേട് ഇക്കോ ലോഡ്ജിന്റെ ഭാഗമായ പദ്ധതിയിലുള്ളത്. ചുവരുകൾ, തറകൾ, സീലിംഗ് മുതലായവ തേക്ക് തടിയിൽ നിർമ്മിച്ചിരിക്കുന്നു. 5 കോടി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ഇക്കോ ലോഗിന്റെ അധിക പ്രവൃത്തികൾക്കായി 97 ലക്ഷം രൂപയുടെയും നവീകരണത്തിനും പരിപാലനത്തിനുമായി 1 കോടി 38 ലക്ഷം രൂപയുടെയും ഭരണാനുമതിയും നൽകിയിരുന്നു. ടൂറിസം വകുപ്പിനെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവാണ് ഇടുക്കിയെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അരിക്കൊമ്പനിലൂടെയാണ് ഇടുക്കിയിലെ റോഡുകളുടെ നിലവാരം ലോകമറിഞ്ഞത്. അരിക്കൊമ്പൻ കേരളത്തിലെ റോഡുകളുടെ ബ്രാൻഡ് അംബാസഡറാണെന്നും മന്ത്രി പറഞ്ഞു. പഴയ റോഡുകൾ ഈ മേഖലയിലുള്ള അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. നല്ല റോഡുകളായി മാറി. ആ റോഡുകൾ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് അരിക്കൊമ്പനിലൂടെയാണ്. അരിക്കൊമ്പനാണ് കേരളത്തിലെ റോഡുകളുടെ ബ്രാൻഡ് അംബാസഡറുമായി മാറിയത്. അതിലും ഇടുക്കിയാണ് സാക്ഷ്യം വഹിച്ചത്. പിന്നെ ഒരുപാട് സിനിമകളിൽ ഈ ഇടുക്കി ജില്ലയിലെ റോഡുകൾ കൂടുതൽ ആളുകൾ അറിയുന്ന സ്ഥിതി ഉണ്ടായി. ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് എം.എൽ.എ. വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു. തേക്കടി, വാഗമൺ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പീരുമേട് ഇക്കോ ലോഡ്ജും അതിഥി മന്ദിരവും ഏറെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, ഇടുക്കി.